ഖത്തർ അംഗീകരിച്ച വാക്സിൻ 2 ഡോസും സ്വീകരിച്ച് പ്രവാസികൾക്ക് ഖത്തറിൽ എത്തിച്ചേരാൻ സാധ്യതകൾ ഒരുങ്ങുകയാണ്. ഇതിനോടകം തന്നെ ഇളവുകളും പ്രഖ്യാപിച്ചുകൊണ്ട് ഖത്തറും രംഗത്തെത്തി. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഖത്തറിൽ നിലവിൽ തൊഴിൽ വിസയുള്ളവർ രാജ്യത്തേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ എക്സ്പെഷ്യൽ എൻട്രി പെർമിറ്റ് ആവശ്യമായി വരുന്നതല്ല. ജൂലൈ 12 മുതൽ രാജ്യം നടപ്പിലാക്കുന്ന യാത്രാ ഇളവുകളുടെ ഭാഗമായാണ് പുതിയ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. സാധുവായ വിസയുള്ളവരും രാജ്യത്തിന് പുറത്തു പോയി 6 മാസം തികഞ്ഞിട്ടില്ലാത്തവരുമായ ആളുകൾക്കുമാണ് എക്സ്പെഷ്യൽ എൻട്രി പെർമിറ്റ് ഇല്ലാതെ പ്രവേശിക്കാനാകുകയെന്ന് എയർപോർട്ട് പാസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് അഫയേഴ്സ് വിഭാഗം മേധാവി മേജർ അബ്ദുള്ള അൽ ജാസ്മി പറഞ്ഞത്. കോവിഡ് വ്യാപനത്തെ തുടർന്നായിരുന്നു ഖത്തറിൽ വിസയുള്ളവരാണെങ്കിലും രാജ്യത്തിന് പുറത്തുപോയി തിരികെ വരുമ്പോൾ പ്രത്യേക എൻട്രി പെർമിറ്റ് എടുക്കണമെന്ന് അധികൃതർ വ്യവസ്ഥ ചെയ്തിരുന്നത്. എന്നാൽ രാജ്യം കോവിഡ് പ്രതിരോധത്തിൽ ഏറെ മുന്നേറിയ പശ്ചാത്തലത്തിൽ ഘട്ടം ഘട്ടമായി വിവിധ മേഖലകളിൽ ഇളവുകൾ നൽകി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് രാജ്യത്ത് നിലവിൽ തൊഴിൽ വിസയുള്ളവർക്കും പുതിയ തൊഴിൽ വിസയുമായി വരുന്നവർക്കും രാജ്യത്തേക്ക് പ്രവേശിക്കാൻ പ്രത്യേക അനുമതി വേണ്ടെന്ന് അധികൃതർ തീരുമാനമെടുത്തിരിക്കുന്നത്. ഖത്തറിന് പുറത്ത് ഏതെങ്കിലും കാരണത്താൽ 6 മാസത്തിൽ കൂടുതൽ കഴിയുകയോ വിസ കാലാവധി അവസാനിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ഖത്തർ ഈ വെബ്സൈറ്റായ ഹുക്കൂമി വഴിയോ മെത്രാഷ് 2 ആപ്പിലൂടെയോ അപേക്ഷ നൽകി ആവശ്യമായ ഫീസ് അടച്ച് മടങ്ങി വരാവുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. 6 മാസം തികയുന്നതിന് മുമ്പ് മടങ്ങി വരുന്നവർ യാത്രയുടെ 12 മണിക്കൂർ മുമ്പ് ഇത്രാസ് വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ മതിയാകും. ഇതിനിടെ കോവിഡ് പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന വിസിറ്റ് ടൂറിസ്റ്റ് വിസകൾ പുനരാരംഭിക്കാൻ ഖത്തർ തീരുമാനിച്ചിരിക്കുകയാണ്. ഖത്തറിൽ അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു വാക്സിൻ പൂർണ്ണമായി സ്വീകരിച്ചവർക്കാണ് സന്ദർശക വിസയിൽ രാജ്യത്തേക്ക് വരാൻ അനുമതി നൽകുക. വാക്സിൻ എടുക്കാത്തവർക്ക് വിസ അനുവദിക്കുന്നതല്ല. അതേസമയം വരുന്ന രാജ്യത്തിന്റെ ഗ്രീൻ, യെല്ലോ, റെഡ് കാറ്റഗറി അനുസരിച്ച് ക്വാറന്റൈൻ, കോവിഡ് ടെസ്റ്റ് നിബന്ധനകളിൽ മാറ്റം വരും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലികമായി നിർത്തിവെച്ച ഫാമിലി വിസകൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞ ആഴ്ച ഖത്തർ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. മെട്രാഷ് 2 ആപ്പിലൂടെയാണ് ഇതിനായി അപേക്ഷ നൽകേണ്ടത്. അതോടൊപ്പം തന്നെ രാജ്യത്ത് അംഗീകാരമുള്ള വാക്സിനുകളിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ച രക്ഷിതാക്കളോടൊപ്പം ഖത്തറിലെത്തുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ജൂലൈ 12 മുതൽ ഖത്തറിൽ നടപ്പിൽ വരുന്ന യാത്രാ നിയമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. ഗ്രീൻ ലിസ്റ്റിൽ പെടാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ചില വിഭാഗങ്ങൾക്ക് ഹോട്ടൽ ക്വാറന്റൈനിൽ ഇളവ് നൽകുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. ഖത്തറിലേക്ക് ഒറ്റയ്ക്ക് വരുന്ന 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും പൂർണ്ണമായി വാക്സിൻ എടുത്ത രക്ഷിതാക്കളോടൊപ്പം വരുന്ന കുട്ടികൾക്കും ഇളവ് ലഭിക്കുന്നതായിരിക്കും. ഇവർക്ക് 7 ദിവസത്തെ ഹോം ക്വാറന്റൈൻ മതിയാകും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.